ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പായസ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചൂടോട് കൂടെയും തണുപ്പിച്ചും കഴിക്കാൻ കിഡിലും ടേസ്റ്റാണ് ഈ പായസം. ക്യാരറ്റ് ഹൽവ ഒരുവിധം പേർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ക്യാരറ്റ് കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന അത്ര തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കാം. എന്നാൽ ടേസ്റ്റ് ക്യാരറ്റ് ഹൽവയേക്കാൾ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈസിയും ഹെൽത്തി ആയിട്ടുള്ള പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുതേ. പായസത്തിലേക്കായി ആദ്യം തന്നെ നമുക്ക് 6 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഈ പായസത്തിലേക്ക് നമ്മൾ സാബുനരി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് സാബുനരി 3/4 വേവാകുന്നത് വരെ ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം. ഇനി പായസം വെക്കാനുള്ള ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം വലിയ 6 ക്യാരറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നെയ്യിൽ നന്നായി ഒന്ന് വഴറ്റിയെടുത്താലാണ് പായസത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടൂ. നിങ്ങൾക്ക് ഈ പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചൂടാക്കി ക്യാരറ്റ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ക്യാരറ്റ് പകുതിയോളൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബാക്കി മധുരത്തിന് വേണ്ടി നമ്മൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. നിങ്ങൾ മിൽക്ക് മെയ്ഡിന് പകരം മധുരത്തിന് പഞ്ചസാര മാത്രം ചേർക്കുന്നുള്ളെങ്കിൽ മധുരത്തിനനുസരിച്ച് പഞ്ചസാര മുഴുവനായിട്ട് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ക്യാരറ്റ് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റിൽ നിന്ന് 1 കപ്പ് ക്യാരറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി ക്യാരറ്റിലേക്ക് 2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി പാല് നന്നായി ഒന്ന് തിളപ്പിക്കാം. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റിൽ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. പാല് നന്നായി തിളച്ചാൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ വേവിച്ച് വെച്ച സാബുനരിയും ചേർത്ത് കൊടുക്കാം. സാബുനരി ഞാൻ മുഴുവനായിട്ട് വേവിച്ചിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ വെള്ള കളർ മുഴുവനായിട്ട് മാറിയിട്ടില്ല. ബാക്കി വേവ് പാലിൽ കിടന്നിട്ട് ആയിക്കോളും. അതുപോലെ തന്നെ ഇതിപ്പോൾ നന്നായി ഒട്ടിപ്പിടിച്ചിട്ടാണുള്ളത്. അത് കുഴപ്പമില്ല, നമ്മളിത് പാലിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചാൽ തന്നെ ഇത് വേറിട്ട് വരും. ഇനി നമുക്കിത് നല്ല പോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. സാബുനരി ചേർത്തതിന് ശേഷം മധുരം ഒന്നുകൂടെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് അതും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഞാനിത് രണ്ടും ചേർത്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ പായസം കിഡിലും ടേസ്റ്റാണ്, മാത്രമല്ല ഹെൽത്തിയുമാണ്. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇതുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.